ഫാത്തിമ തഹ്ലിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി MSF നേതാവ്. മുൻ ഹരിത നേതാക്കളായ ഫാത്തിമ തഹ്ലിയയ്ക്കും മുഫീദ തസ്നിക്കുമെതിരെയാണ് MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മീഡിയ വണ്ണ് തഹ്ലിയ നൽകിയ അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു വഹാബിന്റെ രൂക്ഷ വിമർശനം. ജംഷീർ കൊടിഞ്ഞി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, എന്താണ് വഹാബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ്? വഹാബ് MSFന്റെ ജനറൽ സെക്രട്ടറിയാണ്. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് വഹാബ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയും അതോടൊപ്പം തന്നെ മുഫീദ തസ്നിക്കുമെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ മീഡിയ വണ്ണിന്റെ തന്നെ പൊളിറ്റിക്കൽ ടീ എന്ന പ്രോഗ്രാമിൽ സംസാരിക്കവേ നവാസിന്റെ ഈ ഹരിത വിഷയത്തിൽ താൻ നിലപാട് മാറ്റിയിട്ടില്ല എന്ന ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വഹാബ് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ ഈ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിലപാടുകൾക്ക് അത് സ്വന്തം സഹപ്രവർത്തകന്റെ പച്ചമാംസം കുത്തിവലിക്കുന്ന ക്രൂരതയാകുമ്പോൾ മൗനം പാലിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹരിത വിവാദത്തിൽ നേതാക്കന്മാരുടെ കാല് പിടിച്ചുകൊണ്ട് പാണക്കാട് വന്നും പലതവണ സിറ്റിംഗ് നടത്തിയും ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് പാർട്ടിക്കകത്ത് കയറിയ ഇവർ വീണ്ടും വീണ്ടും നവാസിനെ ഇത്തരത്തിൽ കൊത്തിവലിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും വേട്ടയാടും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പെൺ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും സത്യമാക്കാം എന്ന ഒരു ചിന്ത അത് ഒരുതരം മാനസിക വിഭ്രാന്തിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഹരിത വിഷയവുമായി ബന്ധപ്പെട്ട് നസീദയുടെ ഒരു വാട്സപ്പ് ചാറ്റ് താനൂരിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ഹരിത വിഷയം ഉള്ളതാണെങ്കിലും അത് പാർട്ടിക്കുള്ളിൽ ആണല്ലോ എന്ന തരത്തിലുള്ള ഒരാൾക്കാഴ്ച വാട്സപ്പ് ചാറ്റായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത്. ഇതിനെതിരെയും അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും പക്ഷേ PK നവാസ് ആ സമയത്ത് ഒരു തരത്തിലും അതിന് പ്രതികരിച്ചില്ല. അത് മാന്യതയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും കാല് പിടിക്കുകയും എന്നാൽ ലക്ഷ്യം നേടിയതിനു ശേഷം ഇരവാദം ഉന്നയിക്കുന്നതും അത് പാർട്ടിയെയും നേതാക്കന്മാരെയും ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ലൈക്ക് നേടാനും മാധ്യമ ശ്രദ്ധ നേടാനും സഹപ്രവർത്തകനെ പിന്നിൽ നിന്ന് എത്തിക്കുന്നത് അത് ഒരു മനോരോഗമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിലുള്ള ഒരു വിമർശനമാണ് ഇതിപ്പോൾ ഈ വഹാബ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.